ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 19. ഗുരുചരണനുമായുള്ള കൂടിക്കാഴ്ച. വല്ലഭീശ്വര ശർമ്മ ദമ്പതികളും ഞാനും സുബ്ബണ്ണ ശാസ്ത്രിയും ശ്രീപാദൻ്റെ ലീലകളെ അനുസ്മരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ലിംഗണ്ണ ശാസ്ത്രി എന്നു പേരുള്ള അവരുടെ ഒരു അകന്ന ബന്ധു അവിടെ വന്നു. അദ്ദേഹം വേദങ്ങളിലും വേദാംഗങ്ങളിലും മഹാനിപുണനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പാതകയ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ പീഠികാപുരത്ത് വന്നത്. എൻ്റെ മുത്തച്ഛൻ ധർമ്മനിഷ്ഠയുള്ള ധനികനായ ഒരു ബ്രാഹ്മണനായിരുന്നു. എങ്കിലും വലിയ പിശുക്കനായിരുന്നു. അദ്ദേഹം തലതിരിഞ്ഞ യുക്തി ഉപയോഗിച്ച് ശാസ്ത്ര നിയമങ്ങളെ തനിക്ക് അനുകൂലമായ വിധത്തിൽ വ്യാഖ്യാനിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഇളവുകളും സൂക്ഷ്മമായ ഒഴിവാക്കലുകളും സ്വീകരിക്കും. യഥാശക്തി എന്ന തത്വത്തെ തെറ്റായി വ്യാഖ്യാനിക്കും. പിതൃദേവന്മാരുടെ സംതൃപ്തിക്കായി ചെയ്യുന്ന ദശവിധ ദാനങ്ങൾ യഥാശക്തി ന്യായത്തെ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ പണച്ചെലവിൽ എങ്ങനെയെങ്കിലുമെല്ലാം കഴിച്ചുകൂട്ടും. ശ്രദ്ധയോടെ ചെയ്യേണ്ട ശ്രാദ്ധകർമ്മങ്ങൾ അനാവശ്യമായ ദുർവ്യയമാണെന്നും അതിഥികളായി എത്തുന്നവർ കിട്ടുന്ന അവസരം മുതലാക്കുന്ന ഭോജനപ്രിയരാണെന്നും പറഞ്ഞ് അദ്ദേഹം അസ്വസ്ഥനാകും. എല്ലാവരും എല്ലാം എടുത്തുകൊണ്ടുപോയി തൻ്റെ ഗൃഹം ഒരു ഒഴിഞ്ഞ പുറംതോടായി തീരുകയാണെന്ന് വിലപിക്കും. കുറച്ചുകാലം കഴിഞ്ഞ് മുത്തച്ഛൻ മരിച്ചു. എൻ്റെ അച്ഛനും മുത്തച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്നു. ലോകത്തെ വിഴുങ്ങുന്ന കാലം എൻ്റെ അച്ഛനെയും വിഴുങ്ങി. ഞാൻ ആചാരപ്രമാണം അനുസരിച്ച് പിതൃക്കൾക്ക് ചെയ്യേണ്ടതായ എല്ലാ ചടങ്ങുകളും എൻ്റെ കഴിവിന് താങ്ങുവാൻ കഴിയുന്നതിൽ കൂടുകയോ കുറയുകയോ ചെയ്യാതെ നിർവഹിക്കുന്നു. അതിനിടയിൽ എൻ്റെ ഗൃഹത്തിൽ അകാരണമായ കലഹങ്ങൾ ഉയർന്നു വരുവാൻ തുടങ്ങി. മനസ്സമാധാനം പോയി. എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല, പെട്ടെന്ന് കലഹം പൊട്ടിപ്പുറപ്പെടും. സ്വതേ പരമശാന്തരായ ബന്ധുക്കൾ പോലും ഞങ്ങളുടെ ഗൃഹത്തിലെത്തിയാൽ രൗദ്ര സ്വഭാവക്കാരായി ശണ്ട തുടങ്ങും. ഞങ്ങളുടെ ഗൃഹം ഒരു കലഹ കേന്ദ്രമായി തീർന്നു. എൻ്റെ ഭാര്യ എന്നോട് വഴക്കു കൂടി അവളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മകൻ എൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് എന്നെ കഴുത്തു ഞെക്കി കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ മകൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു: നിങ്ങളുടെ പ്രായക്കാർ എത്ര പേർ ശവപ്പറമ്പിലെത്തി? എപ്പോഴാണ് നിങ്ങളുടെ ഊഴമാവുക? എൻ്റെ മകൾ പരുഷമായി പറഞ്ഞു: നിങ്ങളെപ്പോലെയുള്ള ഒരു ദരിദ്രൻ്റെ മകളായി ജനിക്കാൻ മാത്രം ഞാൻ ഏതെങ്കിലും ജന്മത്തിൽ അത്രയധികം പാപം ചെയ്തിട്ടുണ്ടായിരിക്കണം. എൻ്റെ ജാമാതാവിൻ്റെ ആക്ഷേപഹാസ്യാത്മകമായ കുത്തുവാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ഗൃഹത്തിൽ വേലക്കാരില്ല. നിങ്ങൾക്കാണെങ്കിൽ ഒരു പാറയുടെ അത്ര കരുത്തുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് അടിച്ചു വാരുകയും തൊഴുത്തിൽ പശുക്കളുടെ കാര്യങ്ങൾ നോക്കുകയും വേണമെങ്കിൽ ബ്രാഹ്മണർക്ക് അന്നവും എള്ളും ദാനം ചെയ്യപ്പെടുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ആകാം. ഞങ്ങൾ പട്ടിണിയാകേണ്ടി വന്നാലും നിങ്ങൾക്ക് ഭഗഭോജനം തന്നിരിക്കും. ആഹാരം നിങ്ങൾ തന്നെ പാകം ചെയ്ത് നിങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഓരോ പിടി ഞങ്ങൾക്ക് തന്നാൽ മതി. ഇങ്ങനെ വ്യംഗ്യോക്തികളാൽ അയാൾ എന്നെ ഹിംസിച്ചു. എൻ്റെ ജീവിതം മുള്ളുകൾ നിറഞ്ഞതായി. ഓരോ ജീവിക്കും ജീവിതത്തോട് ആസക്തിയുണ്ട്. ജീവികൾക്ക് ജീവിതത്തിന് മാധുര്യമുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തിൽ ജീവിതത്തിന് മാധുര്യമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എങ്കിലും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അടുത്തത് പിശാച് ജന്മമായേക്കാം എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ അനന്തരക്രിയകൾ ശാസ്ത്രവിധിപ്രകാരം നടത്തപ്പെടുകയില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. ഒരു ദിവസം കാലിത്തൊഴുത്തിലെ എൻ്റെ ജോലികളെല്ലാം തീർത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. മകൻ്റെ ഭാര്യ എനിക്ക് തന്നത് പഴകി കേടുവന്ന ആഹാരമായിരുന്നു. അത് നാറുന്നുണ്ടായിരുന്നു. അതിൽ പുഴുക്കളുണ്ടായിരുന്നു. കായികാധ്വാനം കൊണ്ട് ഞാൻ നല്ലപോലെ തളർന്നിരുന്നു. കഠിനമായ വിശപ്പ്. ഒന്ന് കരയാൻ പോലും കഴിയാത്തത്ര ക്ഷീണമായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വിശപ്പ് സഹിക്കാനും കഴിയുന്നില്ല. തീരെ ശോച്യാവസ്ഥയിലായിരുന്ന എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉയർന്നു വന്നു. ഈ ലോകം, ഈ ജനങ്ങൾ, ഈ ബന്ധുത്വങ്ങൾ ഇവയെല്ലാം യഥാർത്ഥമാണോ? ഇവയെല്ലാം ഇന്ദ്രജാലമോ മന്ത്രവാദമോ ആണോ? മനസ്സ് മൂടിക്കെട്ടി. ഒന്നും ചിന്തിക്കാൻ കഴിയാതായി. ഇങ്ങനെയുള്ള വിഷമാവസ്ഥയിൽ ആ തൊഴുത്തിൽ ഒരു അവധൂതൻ എനിക്ക് ദർശനം തന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കരുണാരസം ഒരു മഹാപ്രവാഹമായി ഒഴുകിയിരുന്നു.
ആ ദിവ്യ കരുണാമൂർത്തിയെ കണ്ട ഉടൻ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി എനിക്കറിയാമെന്ന ഒരു ബോധം എനിക്ക് ഉണ്ടായിരുന്നു. ആ ദിവ്യമംഗള പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചു. ആ പുണ്യപാദങ്ങളെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പുണർന്നു. അവധൂതൻ തൻ്റെ ദിവ്യഹസ്തം കൊണ്ട് എൻ്റെ കിണ്ണത്തിലുള്ള അന്നത്തെ തൊട്ടു. അന്നം അപ്രത്യക്ഷമായി. അവിടെ ഹൽവ എന്ന പലഹാരം കാണുമാറായി. അദ്ദേഹം അതിൽ നിന്ന് അല്പഭാഗം എടുത്ത് ബാക്കി എന്നോട് ഭക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു. ഞാൻ സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു. എനിക്ക് ഓജസ്സും ശക്തിയും വീണ്ടുകിട്ടി. അവധൂതൻ എന്നോട് ഗൃഹത്തിൻ്റെ ഈശാന ഭാഗത്ത്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത്, ഒരു ഇരുമ്പ് പാര കൊണ്ട് കുഴിക്കുവാൻ പറഞ്ഞു. ആഴത്തിൽ കുഴിച്ചപ്പോൾ 2 നായ്ക്കളുടെ അസ്ഥികൂടങ്ങൾ കിട്ടി. ഞാൻ അവയെ എറിഞ്ഞുകളഞ്ഞു. അവധൂതൻ എന്നോട് എൻ്റെ കയ്യിലുള്ള കഞ്ഞി ആ കുഴിയിലേക്ക് ഒഴിക്കുവാൻ പറഞ്ഞു. ഞാനത് കുഴിയിലേക്ക് ഒഴിച്ച് മണ്ണിട്ട് മൂടി. താൻ എൻ്റെ ഗൃഹത്തിൻ്റെ പിശാചബാധ അകറ്റിയിട്ടുണ്ടെന്നും ഗൃഹം ശുദ്ധീകരിക്കപ്പെട്ടുവെന്നും ഇനി ക്രമേണ പരിസ്ഥിതികൾ മെച്ചപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് പാതകയ ക്ഷേത്രത്തിൽ നിന്ന് സന്ദേശം വന്നിട്ടുണ്ടെന്നും ഞാൻ ഉടനെ പീഠികാപുരത്തേക്ക് പുറപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ എനിക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഉണ്ടായിരിക്കുമെന്നും അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ വീണ്ടും കാണുമെന്നും അദ്ദേഹം ഉറപ്പു തന്നു. അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോടെ ഗൃഹത്തിൽ ആരോടും പറയാതെ ഞാൻ ഉടൻ തന്നെ പീഠികാപുരത്തേക്ക് പുറപ്പെട്ടു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യയാകാറായി. ഒരു മാവിൻ തോട്ടത്തിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ തോട്ടത്തിൻ്റെ ഉടമയായ നരസിംഹപ്പ എന്നെ നന്നായി സ്വീകരിച്ചു. അദ്ദേഹം എനിക്ക് നല്ല മധുരമുള്ള മാമ്പഴം തിന്നാൻ തന്നു. വിശപ്പ് മാറി. അന്ന് രാത്രി തൻ്റെ വീട്ടിൽ ആതിഥ്യം സ്വീകരിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാൻ സമ്മതിച്ചു. രാവിലെ പ്രഭാതകർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം അദ്ദേഹം എനിക്ക് വസ്ത്രങ്ങളും ദക്ഷിണയായി കുറച്ച് പണവും തന്നു. അവധൂതൻ പറഞ്ഞതുപോലെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിരിക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു. ആ കൃഷിക്കാരൻ പറഞ്ഞു, ശ്രീമാൻ, ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഒരു അവധൂതൻ എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പുണ്യവാനായ ഒരു ബ്രാഹ്മണൻ കാൽനടയായി മാവിൻ തോട്ടത്തിൽ കൂടി വരുമെന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണന് ആതിഥ്യം നൽകണമെന്നും വസ്ത്രങ്ങളും പണവും ഭക്ഷിക്കാൻ മാമ്പഴവും നൽകണമെന്നും നിർദ്ദേശിച്ചു. എനിക്ക് അങ്ങയെ കാണുവാനും സേവിക്കുവാനുമുള്ള അവസരമുണ്ടായി. ഞാൻ ഭാഗ്യവാനാണ്. കൃഷിക്കാരൻ സന്തോഷവാനായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം തീർച്ചയായി, അദ്ദേഹം ഒരു സാധാരണ അവധൂതനല്ല. അദ്ദേഹത്തിന് അതിമാനുഷമായ ശക്തികളുണ്ട്. വേദസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടന്നിരുന്നത്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ എല്ലാ ഞരമ്പുകളിൽ കൂടിയും വൈദ്യുതി ഒഴുകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ ദേഹത്തിൽ അവാച്യമായ ആനന്ദം അനുഭവിക്കുകയായിരുന്നു. എൻ്റെ പിന്നിൽ ഒരു വേദപണ്ഡിതൻ വേഗത്തിൽ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം വേദത്തിലെ സാവിത്രി പന്നം ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ശബ്ദവും അതിനോട് ചേർത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാവിത്രി പന്നം വലിയ പ്രാധാന്യമുള്ളതാണ്. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷി സവിതൃകാടക ചയനം ചെയ്തു. അത് പീഠികാപുരത്ത് വെച്ചാണ് ചെയ്തത്. പണ്ടെന്നോ കൊടുത്ത വാഗ്ദാനത്തെ മാനിച്ച് ശ്രീ ദത്തപ്രഭു പീഠികാപുരത്ത് ശ്രീപാദ ശ്രീവല്ലഭ രൂപത്തിൽ അവതരിച്ചു. വേദം പ്രഭുവിൻ്റെ സമ്മതമുള്ളതാണ്. വേദം ചൊല്ലുവാനുള്ള അധികാരം ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണെങ്കിലും വേദം പഠിക്കുവാനുള്ള അധികാരം എല്ലാ ജാതികൾക്കുമുണ്ട്. ബ്രാഹ്മണർ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണനോ? അദ്ദേഹം ബ്രാഹ്മണരുടെ കാല് കഴുകി ആ ജലം തൻ്റെ തലയിൽ തളിക്കുന്നു. പീഠികാപുരത്ത് നിന്ന് വിളി കിട്ടിയ താങ്കൾ മഹാഭാഗ്യവാനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശ്രീപാദ ശ്രീവല്ലഭൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വേദപണ്ഡിതൻ പറഞ്ഞു, ശ്രീപാദ ശ്രീവല്ലഭ ദർശനം എല്ലാ പാപങ്ങളെയും അകറ്റുന്നു. അദ്ദേഹം സാക്ഷാൽ ദത്താത്രേയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലീലാ ജന്മഭൂമിയാണ് പീഠികാപുരം. പൂർവ്വയുഗങ്ങളിൽ ആവശ്യമെന്ന് തോന്നുമ്പോൾ അവതാര പുരുഷന്മാരുടെ കൂടെ മഹാത്മാക്കളും അവതരിക്കാറുണ്ട്. പൂർവ്വയുഗത്തിൽ സുശീല വിഷ്ണുദത്ത ദമ്പതികൾ ഉണ്ടായിരുന്നു. സുശീല എന്ന മഹാസാധ്വി തൻ്റെ സാധനാ പ്രക്രിയയിൽ അനസൂയ മാതാവുമായി താതാത്മ്യം അനുഭവിച്ചിരുന്നു. ദത്തജയന്തി ദിവസം അവർ പ്രസവവേദന അനുഭവിച്ചു. വിഷ്ണുദത്തനും സാധനാവിശേഷങ്ങൾ കൊണ്ട് അത്രി മഹർഷിയുമായി താതാത്മ്യം അനുഭവിച്ചിരുന്നു. ഈ താതാത്മ്യസ്ഥിതി അനുഭവം അഭൗതികവും അപ്രാകൃതവും മനോബുദ്ധികൾക്ക് അഗോചരവും ദേവരഹസ്യവും വാക്കുകൾ കൊണ്ട് പറയാനാകാത്തതും വിശദീകരിക്കാൻ കഴിയാത്തതുമാണ്. ആ ദമ്പതികൾ ഇപ്പോൾ സുമതി മഹാറാണിയും അപ്പലരാജ ശർമ്മയുമായി ജനിച്ചിരിക്കുന്നു.
അവരുടെ തീവ്രമായ തപസ്സിൻ്റെ ഫലമായി ശ്രീപാദൻ അവരുടെ പുത്രനായി ജനിച്ചു. അവർ കൃഷ്ണ യജുർവേദികളും ആപസ്തംഭ സൂത്രികളും ഭരദ്വാജ ഗോത്രികളുമാണ്. ഒരു പൂർവ്വയുഗത്തിലെ ലാഭത മഹർഷി എന്ന വൈശ്യമുനി വാസവീ കന്യകയുടെ അവതാരകാലത്ത് ഭാസ്കരാചാര്യനായും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അവതാരകാലത്ത് സുമതി മഹാറാണിയുടെ പിതാവായ ബാപ്പനാരിയായും ജനിച്ചു. നിങ്ങൾക്ക് ആ പുണ്യശാലികളെ പീഠികാപുരത്ത് കാണാം. നിങ്ങൾക്ക് ആതിഥ്യവും വസ്ത്രവും ദക്ഷിണയും തന്ന ആ കൃഷിക്കാരൻ ഒരു പൂർവ്വജന്മത്തിൽ പീഠികാപുരത്ത് വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ അച്ഛനായ സുബ്ബരാമയ്യ ശ്രേഷ്ഠിയുടെ കീഴിൽ കൂലിവേലക്കാരനായി ജോലി ചെയ്തിരുന്നു. പരമപവിത്രനായ ശ്രീ സുബ്ബരാമയ്യ ശ്രേഷ്ഠിയുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിരുന്നതിൻ്റെ മഹാപുണ്യം കൊണ്ട് അയാൾ ഒരു ഭൂ ഉടമയായി എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു. പീഠികാപുരത്ത് പൈണ്ഠ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും വത്സവായി നരസിംഹവർമ്മയും ശ്രീപാദന് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. അവർക്ക് ശ്രീപാദനോടും വളരെയധികം വാത്സല്യമുണ്ട്. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, കർമ്മബന്ധങ്ങൾ അത്യന്തം സംക്ലിഷ്ട ബന്ധങ്ങളായി തോന്നിയിട്ടുണ്ട്. യജ്ഞം നടക്കുമ്പോൾ പവമാന അല്ലെങ്കിൽ വിശുദ്ധ കുടങ്ങൾ പൊട്ടുകയാണെങ്കിൽ അധ്വർയുവിൻ്റെ ശിരസ്സു പൊട്ടി അദ്ദേഹം മരിക്കുമെന്ന് പറയപ്പെടുന്നു. ഇക്കാലത്തും യജ്ഞം നടക്കുന്നുണ്ട്. 3 പവമാന കുടങ്ങളിൽ ഒരെണ്ണം പൊട്ടിയാൽ അധ്വർയുവിൻ്റെ ശിരസ് പൊട്ടാറില്ല. കാരണം എന്താണ്? ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ മംഗളകരമോ അമംഗളകരമോ ആകട്ടെ സംഭവിക്കുന്നില്ലെങ്കിൽ. നാസ്തികന്മാർ വേദശാസ്ത്രങ്ങളെ അവഹേളിക്കുവാൻ നോക്കിയിരിക്കുകയാണ്. ആ മഹാൻ മറുപടി പറഞ്ഞു, എൻ്റെ കുട്ടി, ഇക്കാലത്ത് നടത്തപ്പെടുന്ന യജ്ഞങ്ങളിലെ പവമാന ഘടങ്ങളിൽ വൈദ്യുതി പോലുള്ള പ്രാണഹാരക പദാർത്ഥങ്ങളില്ല. യജ്ഞം നിർവഹിക്കുന്ന അധ്വർയു ഒരു മഹാസാധകനായിരിക്കണം. യോഗാഗ്നി അദ്ദേഹത്തിൽ തിളങ്ങണം. ആ യോഗാഗ്നിയാണ് പവമാന ഘടങ്ങളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഒരു മഹായോഗി അധ്വർയുവായി യജ്ഞം ചെയ്യുകയാണെങ്കിൽ തൽക്ഷണ ഫലമുണ്ടാകും, ലോകശ്രേയസ്സുണ്ടാകും. അതിനു പകരം നാമമാത്രമായി ചടങ്ങുകൾ നടത്തുകയാണെങ്കിൽ വേദശാസ്ത്രോക്തങ്ങളായ ഫലങ്ങൾ ലഭിക്കുകയില്ല. യജ്ഞാദി കർമ്മങ്ങളിൽ നൽകപ്പെടുന്ന ദക്ഷിണകളിൽ 16, 116, 1116 എന്നീ സംഖ്യാഭേദങ്ങൾക്കും രഹസ്യാർത്ഥമുണ്ട്. ഗോത്രം പിതാവിനെ സംബന്ധിച്ചതാണ്. സൃഷ്ടി ഉള്ളിടത്തോളം ഈ ധർമ്മത്തിന് മാറ്റമില്ല. സാപിണ്ഡ്യം എന്നത് മാതൃസംബന്ധമായതാണ്. ഈ ധർമ്മം 7 തലമുറകൾക്കു ശേഷം ഇല്ലാതാകും. പുത്രനും ധനവും വിവാഹം കൊണ്ട് ലഭിക്കുന്ന 2 ഫലങ്ങളാണ്. ഇവ രണ്ടും ലഭിക്കുവാൻ സ്ത്രീ എന്ന അഗ്നി അത്യാവശ്യമാണ്. ഗുണഭേദമില്ലാത്ത ശ്രീപാദന് എങ്ങനെ ജാതിഭേദമുണ്ടാകും? അദ്ദേഹം ഭാവാദ്വൈതം ഉപദേശിക്കുന്നു, കർമാദ്വൈതം ഉപദേശിക്കുന്നില്ല. ആദിശങ്കരനെ പോലെ ശ്രീപാദനും പക്ഷപാതരഹിതനാണ്. ആദിശങ്കരൻ രജോഗുണപ്രധാനരും പരോപകാരപാരായണരും കള്ളുചെത്തുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുമായ ഗൗഡജാതിക്കാർക്ക് ഹേമവിദ്യ, സ്വർണം ഉണ്ടാക്കുന്ന വിദ്യ ഉപദേശിച്ചു. അതുപോലെ ശ്രീപാദനും ജാതിമത വർഗ വയോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും അവരുടെ അർഹതയ്ക്കനുസരിച്ച് തൻ്റെ അനുഗ്രഹത്തെ പ്രസരിപ്പിക്കുന്നു. ആദിശങ്കരൻ സത്വഗുണപ്രധാനരായ ബ്രാഹ്മണർക്ക് ഹേമവിദ്യ ഉപദേശിച്ചില്ല. അദ്ദേഹം ബ്രാഹ്മണർക്ക് ഹേമവിദ്യ ഉപദേശിച്ചിരുന്നെങ്കിൽ അവർ ലോഭികളും ധനവ്യാമോഹികളും ആകുകയും സ്വധർമ്മത്തെ മറക്കുകയും ചെയ്യുമായിരുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഭൂമി ഉൾപ്പെടെ 5 തന്മാത്രകൾ എന്നീ 8 എണ്ണമാണ് ജഡപ്രകൃതികൾ. ജീവലോകത്തിൻ്റെ പ്രകൃതിയുമായി ചേർന്ന് അവ 9 ആകുന്നു. 1 ജീവപ്രകൃതിയുടെ പ്രതീകമാണ്. 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ 8 ജഡപ്രകൃതികളുടെ പ്രതീകങ്ങളാണ്. 0 അല്ലെങ്കിൽ ശൂന്യം എന്നത് ബ്രഹ്മതത്വത്തിൻ്റെ പ്രതീകമാണ്. ശൂന്യവും 9 സംഖ്യകളും ചേർന്നുണ്ടായ ഗണിതശാസ്ത്രം പ്രകൃതികളുടെ പ്രവർത്തനങ്ങളുടെ അഥവാ സൃഷ്ടിയുടെ പ്രതീകമാണ്. ശ്രീപാദൻ 2 ചപ്പാത്തിക്കായി 2 ചൗപാതി ദേവ് ലക്ഷ്മി എന്ന ഹാസ്യമായി ഭിക്ഷ ചോദിക്കാറുണ്ട്. ഇത് 2498 എന്ന സംഖ്യയുടെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും ഓരോ വാക്കിലും പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. 2 സൃഷ്ടിയിലെ സമസ്ത ദ്വന്ദ്വങ്ങളുടെയും പ്രതീകമാണ്. 4 സ്ഥൂല സൂക്ഷ്മ കാരണ മഹാകാരണ ശരീരങ്ങളുടെ പ്രതീകമാണ്. 9 മാറ്റമില്ലാത്ത ബ്രഹ്മതത്വത്തിൻ്റെ പ്രതീകമാണ്. 8 മഹാമായയുടെ പ്രതീകമാണ്. ശ്രീപാദൻ അർദ്ധനാരീശ്വരനാണ്. ശ്രീപാദൻ്റെ വിരാട് രൂപം. എൻ്റെ ജന്മസ്ഥലം ഒരു ബൃഹത് ശിലാനഗരം എന്ന് വിളിക്കപ്പെടുന്ന
പെനുഗൊണ്ട ഗ്രാമമാണ്. എൻ്റെ പേര് ഗണപതി ശാസ്ത്രി. വേദപഠനത്തിനായി ഞാൻ വായസപുരം അഗ്രഹാരത്തിലേക്ക് വന്നു. ഒരു ഗുരുവിനെ സേവിച്ചുകൊണ്ട് ഞാൻ വേദം പഠിക്കുകയായിരുന്നു. ഗുരുവിന് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിനടുത്ത് കുറേ കൃഷിഭൂമി ഉണ്ടായിരുന്നു. കുറേ പശുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പശുക്കളെ മേയ്ക്കുവാനായി വയലിലേക്ക് കൊണ്ടുപോകും. ഒരു ദിവസം പശുക്കളെ മേய்ച്ചുകൊണ്ടിരുന്നപ്പോൾ 10 വയസ്സുള്ള ദിവ്യ തേജോ വിരാജിതനായ ഒരു ബാലൻ പശുപാല വേഷത്തിൽ അവിടേക്ക് വന്നു. അയാൾ ഒരു പൂണുനൂൽ ധരിച്ചിരുന്നു. ബ്രാഹ്മണ ബാലനാണോ എന്ന് ഞങ്ങൾ അയാളോട് ചോദിച്ചു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ഞാനാണ്. എന്നിൽ സമസ്ത തത്വങ്ങളുമുണ്ട്. എല്ലാവർക്കും ആധാരഭൂതനായ ഞാൻ മാത്രമാണ്. എന്നിൽ ബ്രാഹ്മണ ലക്ഷണങ്ങൾ കണ്ട് ഞാൻ ബ്രാഹ്മണ്യനാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാവില്ല. എന്നാൽ അത് മാത്രമല്ല സത്യം. എന്നിൽ ക്ഷത്രിയ ലക്ഷണങ്ങൾ കണ്ട് ഞാൻ ക്ഷത്രിയനാണെന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റാവുകയില്ല. അത് മാത്രമല്ല സത്യം. എന്നിൽ വൈശ്യലക്ഷണങ്ങൾ കണ്ട് ഞാൻ വൈശ്യനാണെന്ന് കരുതിയാൽ അത് തെറ്റാവില്ല. അത് മാത്രമല്ല സത്യം. എന്നിൽ ശൂദ്രലക്ഷണങ്ങൾ കണ്ട് ഞാൻ ശൂദ്രനാണെന്ന് കരുതിയാലും അത് തെറ്റാവില്ല. എന്നാൽ അത് മാത്രവുമല്ല യാഥാർത്ഥ്യം. ഞാനൊരു ചണ്ടാലനാണെന്ന് കരുതിയാലും അതും തെറ്റാവില്ല. എന്നാൽ അതുമാത്രവുമല്ല സത്യം. ഞാൻ സമസ്ത പരിമിതികൾക്കും അതീതനാണ്. സത്യങ്ങളായും അസത്യങ്ങളായും തോന്നുന്ന എല്ലാ വിഷയങ്ങൾക്കും ഞാൻ അതീതനും ആധാരഭൂതനുമാണ്. ഞാൻ പരമസത്യമാണ്. ആ സത്യതത്വം എല്ലാ അതിരുകൾക്കും അപ്പുറത്താണ്. എൻ്റെ ധർമ്മം പരമധർമ്മമാണ്. അത് സമസ്ത ധർമ്മങ്ങൾക്കും അതീതവും ആധാരഭൂതവുമാണ്. പരമപ്രേമതത്വമാണ് എൻ്റേത്. അത് സൃഷ്ടിയിലെ എല്ലാ ജീവികളുടെയും പ്രേമതത്വങ്ങളിൽ നിന്ന് ഏറെ ദൂരെയാണ്. അതുമാത്രമല്ല, അത് അവയ്ക്കെല്ലാം ആധാരവുമാണ്. നിങ്ങൾ എന്നെ ഒരു പുരുഷനായി കരുതുന്നുവെങ്കിൽ ഞാൻ ഒരു സ്ത്രീയായി പ്രവർത്തിക്കും. ഒരു സ്ത്രീയായി കരുതുന്നുവെങ്കിൽ ഞാൻ പുരുഷനായി പ്രവർത്തിക്കും. നിങ്ങൾ എന്നെ അർദ്ധനാരീശ്വരനായി കരുതുന്നുവെങ്കിൽ ഞാൻ ആ 2 രൂപങ്ങൾ വ്യക്തമാകുന്നതിനു മുമ്പുള്ളതും മനസ്സിനും വാക്കിനും അഗോചരവുമായ ദിവ്യാനന്ദ തത്വമാണെന്ന് തെളിയിക്കും. ഇങ്ങനെയുള്ള വിലക്ഷണങ്ങളോട് കൂടിയ എന്നെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഈ പറഞ്ഞതെല്ലാം ഉഗ്രമായ പനി കൊണ്ട് ബോധം നഷ്ടപ്പെട്ട ഒരാളുടെ പിച്ചും പേയും പറയലായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. പിത്തം വർദ്ധിച്ച ഒരാൾ ഇപ്രകാരം അസംബന്ധമായി ഭ്രാന്ത് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ മനസ്സിലുള്ളതിനെ മനസ്സിലാക്കിയിട്ടെന്ന പോലെ ആ ബാലൻ പറഞ്ഞു, ഞാനിപ്പോൾ ശനീശ്വരനോട് സംസാരിക്കുകയാണ്. ആ ശനീശ്വരൻ എന്നോട് പറയുകയാണ്, പ്രഭോ, ഈ ഗണപതി ശാസ്ത്രിയെ എങ്ങനെയാണ് വളരെ വിചിത്രമായ കെട്ടുപിണച്ചിലുകളിൽ പെടുത്തി കഷ്ടപ്പെടുത്തുന്നത് എന്ന നേരം പോക്ക് കണ്ടുകൊള്ളൂ. അതിനു മറുപടിയായി ഞാൻ, ഗണപതി ശാസ്ത്രിയുടെ കർമ്മഫലങ്ങളെ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. അയാളെ അങ്ങേക്ക് കെട്ടുപിണച്ചിലുകളിൽ കെട്ടിയിടുവാൻ കഴിയുകയില്ല എന്ന് പറയുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ ഉത്കണ്ഠ തോന്നി. വാസ്തവത്തിൽ ജാതകപ്രകാരം ഈ സമയത്ത് എനിക്ക് വളരെ ചീത്തക്കാലമായിരുന്നു. ഞാനൊരു മോഹാവസ്ഥയിലായി. ആ ബാലൻ ഒരു പശുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഗായത്രി, എനിക്ക് വിശക്കുന്നു, കുറച്ച് പാൽ തരാമോ? ഗോമാതാവ് സമ്മതഭാവത്തിൽ തലയാട്ടി. അതിൻ്റെ അകിട്ടിൽ നിന്ന് പാല് ചുരന്ന് ഭൂമിയിൽ വീഴുവാൻ തുടങ്ങി. ആ ബാലൻ മതിയാവോളം പാല് കുടിച്ചു. വാസ്തവത്തിൽ അതൊരു മച്ചിപ്പശുവായിരുന്നു. എങ്കിലും അത് ആ ഇടയ ബാലന് പാല് കൊടുത്തു. ഇതെല്ലാം എന്നെ വല്ലാതെ കുഴക്കി. അയാൾ സംതൃപ്തനായി ഒരു മാവിൻ തണലിൽ ഇരുന്നു. ഞാൻ ആകസ്മികമായി വീണ്ടും ഒന്ന് നോക്കിയപ്പോൾ അയാളുടെ കൂടെ 10 വയസ്സായ ഒരു ഗ്രാമീണ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും കാണുന്നവർക്ക് കണ്ണിന് കുളിരേകി. അവർ കാണാൻ കൗതുകമുള്ള ഇണകളായിരുന്നു. അവരുടെ സരസസല്ലാപവും വിനോദഭരിതമായ സംസാരവും അവർ സന്തുഷ്ടരായ ഇരട്ടകളായി തോന്നിച്ചു. അതിനിടയിൽ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി കുതിരവണ്ടിയിൽ അവിടെ വന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ തേജോ വിരാജിതനായ ഒരു 10 വയസ്സുകാരനും ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീപാദ ശ്രീവല്ലഭ സ്വാമിയാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. ശ്രീ ശ്രേഷ്ഠി ഈ ഭൂമി തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ ഗുരുദേവന് ദാനം ചെയ്തതായിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള കുറേയധികം ഭൂമി ശ്രീ ശ്രേഷ്ഠിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കൊക്കെ ഭൂമിയുടെ മേൽനോട്ടത്തിനായി പീഠികാപുരത്ത് നിന്ന് വായസപുരം അഗ്രഹാരം സന്ദർശിക്കാറുണ്ട്. ഇടയബാലനെയും കൂട്ടുകാരിയെയും കണ്ട് ശ്രീ ശ്രേഷ്ഠി ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ഇടയബാലന് ശ്രീപാദൻ്റെ നല്ല സാദൃശ്യമുണ്ടായിരുന്നു. അയാൾക്ക് നല്ല തേജസ്സും ഉണ്ടായിരുന്നു. ശ്രീപാദൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയധികം ആശ്ചര്യപ്പെടുന്നത് മുത്തച്ഛ? അതിന് ശ്രീ ശ്രേഷ്ഠി ശ്രീപാദനോട് ആ ഇണകളെ നോക്കുവാൻ പറഞ്ഞു. ആ രംഗം നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് എന്നും പറഞ്ഞു.
കാണുന്ന ആളും കണ്ട കാഴ്ചയുടെ രംഗവും ഒന്നു തന്നെയാണോ എന്ന് ശ്രീപാദൻ ചോദിച്ചു. ഇങ്ങനെയുള്ള വേദാന്ത വിഷയമൊന്നും തനിക്കറിയില്ലെന്ന് ശ്രീ ശ്രേഷ്ഠി ചാതുര്യത്തോടെ പറഞ്ഞൊഴിഞ്ഞു. ശ്രീപാദൻ പറഞ്ഞു, മുത്തച്ഛ, എന്ത് വേദാന്തമാണ് ഇതിലുള്ളത്? പരിമിതികളില്ലാത്ത തൻ്റെ മായയുടെ ഗതി കണ്ട് ശ്രീഹരി തന്നെ ആശ്ചര്യപ്പെട്ടു. ഈ സൃഷ്ടി നവരസഭരിതമാണ്. ആശ്ചര്യകരമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കുക എന്നതും സൃഷ്ടിയുടെ ഒരു നിയമമാണ്. അവിടെ രണ്ടാണ്, ഇവിടെ ഒന്നാണ്. ദ്വൈതം യഥാർത്ഥമാണോ? അദ്വൈതം യഥാർത്ഥമാണോ? ഞാൻ ഒന്നോ രണ്ടോ അതോ അനേകമോ? ആലോചിച്ചു പറയൂ. ശ്രീപാദൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീ ശ്രേഷ്ഠിയുടെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു. ഈ പശുപാല ബാലനും ഗ്രാമീണ ബാലികയും പോലും ശ്രീപാദൻ്റെ സൃഷ്ടിയാണോ? ശ്രീ ശ്രേഷ്ഠിയുടെ താടി പതുക്കെ തലോടിക്കൊണ്ട് ശ്രീപാദൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മുത്തച്ഛ, എന്തിനു സംശയിക്കുന്നു? അങ്ങയുടെ കുടുംബം മറക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാനും എൻ്റെ ശക്തിയും അദൃശ്യരൂപത്തിൽ നിങ്ങളുടെ വയലുകളിൽ സഞ്ചരിക്കും. അങ്ങയുടെ വീട്ടിൽ സാധകന്മാർ എൻ്റെ കാലടിയൊച്ച കേൾക്കും എന്നത് നിശ്ചിതമായ ഒരു അനുഭവമായിരിക്കും. അനഘാദേവി സമേത ശ്രീ അനഘ ശ്രീ ദത്താത്രേയൻ തൻ്റെ അർദ്ധനാരീശ്വര രൂപത്തെ മറച്ച് ദൃഷ്ടിഗോചരമായ അവധൂത രൂപത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനായി അങ്ങയുടെ സമക്ഷത്തിൽ നിൽക്കുന്നു. സംശയം വേണ്ട, സുമതി മാതാവിൻ്റെ പുത്രനായി പിറന്ന് അവർക്ക് ആദ്യമായി ദർശനം നൽകിയപ്പോൾ ഞാൻ അവരോട് എന്നെ വിവാഹം കഴിപ്പിക്കുവാനായി ഒരിക്കലും ശ്രമിക്കരുതെന്നും അങ്ങനെ ശ്രമിക്കുന്ന പക്ഷം ഞാൻ ഗൃഹത്തെ ഉപേക്ഷിച്ചു പോകുമെന്നും നിശ്ചയമായി പറഞ്ഞിരുന്നു. അങ്ങ് നിഷ്കൽമഷമായ ഭക്തിയാകുന്ന പാശം കൊണ്ട് എന്നെ ബന്ധിച്ച രാജർഷി ആയതുകൊണ്ട് ഞാൻ അങ്ങേക്ക് അനഘാസമേതനായ അനഘൻ്റെ സ്വരൂപ ദർശനം തന്നു. ശ്രീപാദ സന്നിധിയിൽ കാരണമില്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. സൃഷ്ടിവിധാനം വളരെ വിചിത്രമാണ്. കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും അവ സംഭവിക്കുന്ന ദേശകാലങ്ങളും ഞാൻ നിശ്ചയിക്കുന്നു. എൻ്റെ പ്രവൃത്തികളിൽ കൂടിയും ലീലകളിൽ കൂടിയും മഹാത്ഭുതങ്ങളിൽ കൂടിയും ജനങ്ങൾക്ക് ജ്ഞാനബോധം ഉണ്ടാക്കുക എന്നത് എൻ്റെ അവതാര കാര്യക്രമങ്ങളുടെ ഒരു ഭാഗമാണ്. ഇപ്രകാരം പറഞ്ഞ് ശ്രീപാദൻ ഒരു ശോഭയാർന്ന രൂപത്തിൽ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ആ മാവിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാവരും നോക്കി നിൽക്കെ ആ ഗ്രാമീണ ബാലികയും പശുപബാലനും തിളങ്ങുന്ന രൂപമെടുത്ത് ശ്രീപാദനിൽ ലയിച്ചു. കാലമല്ലാത്ത കാലത്ത് മാവിൽ മാങ്ങ ഉണ്ടാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. എന്നാൽ ആ മാവിൽ ഒരു പച്ച മാങ്ങയുണ്ടായി. ശ്രീപാദൻ അത് പറിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ കൈ തൊട്ടപ്പോൾ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അത് പഴുത്തു. അമ്മ തൻ്റെ കുഞ്ഞിന് ഭക്ഷണമോ മധുരപലഹാരമോ കൊടുക്കുന്നത് പോലെ ശ്രീപാദൻ അത് ശ്രേഷ്ഠിക്ക് കൊടുത്തു. ശ്രീ ശ്രേഷ്ഠി ഒരു കുട്ടിയെപ്പോലെ കരയുകയായിരുന്നു. ശ്രീപാദൻ്റെ മാതൃവാത്സല്യം 1000 അമ്മമാരുടെ വാത്സല്യത്തേക്കാൾ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യ നേത്രങ്ങളിൽ നിന്ന് കാരുണ്യവും പ്രേമവും വർഷിക്കുമ്പോൾ അദ്ദേഹം ത്രിശക്തി സ്വരൂപിണിയായ അനഘാമാതാവിനെ പോലെ തന്നെയാണെന്ന് തോന്നിച്ചു. ആ മാങ്ങയണ്ടി യജമാനൻ്റെ ആജ്ഞ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു സേവകനെ പോലെ ശ്രീപാദൻ്റെ മുമ്പിൽ കാത്തുനിന്നു. ശ്രീപാദൻ കൈകൊണ്ട് ആംഗ്യം കാട്ടിയപ്പോൾ അത് മുകളിലേക്ക് പറന്നുപോയി. അതൊരു മാങ്ങയണ്ടി മാത്രമായിരുന്നെങ്കിലും ഒരു തിളങ്ങുന്ന സത്തയായി മാറി. ശ്രീപാദൻ പറഞ്ഞു, വിത്താണോ ആദ്യം, മരമാണോ ആദ്യം? ജനങ്ങൾ സിദ്ധാന്തപരമായി വാദിക്കുന്നു. ഇവയ്ക്ക് രണ്ടിനും മുമ്പായി മറ്റൊന്നുണ്ട്, അത് ദൈവമാണ്. ദൈവത്തിന് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മരത്തിൽ നിന്ന് വിത്തുണ്ടാക്കാനും നേരെ തിരിച്ചും കഴിയും. അദ്ദേഹത്തിൻ്റെ അജ്ഞേയമായ സങ്കല്പത്തെ സപ്തർഷികൾക്ക് പോലും ഊഹിക്കുവാൻ കഴിയുകയില്ല. മാലിന്യത്തോടു കൂടിയ പരമാത്മാവ് ജീവാത്മാവായി തീരുന്നു. മാലിന്യരഹിതനായ ജീവാത്മാവ് പരമാത്മാവായി തീരുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ അതിൻ്റെ സംസ്കാരങ്ങളെല്ലാം വറുത്ത വിത്തുകളെപ്പോലെ നിലനിൽക്കുന്നു. തന്നിൽ ലയിച്ച ജീവാത്മാവിനെ വീണ്ടും സൃഷ്ടിചക്രത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാത്മാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. എങ്കിലും അങ്ങനെ സൃഷ്ടിയിലേക്ക് വീണ്ടും കൊണ്ടുവരപ്പെടുന്ന ജീവങ്ങളുടേത് ഒരു പ്രത്യേക കാരണത്തിന് ദൈവകാര്യം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ജന്മമായിരിക്കും. ജന്മാന്തരത്തിൽ അവ വീണ്ടും പരമാത്മാവിൽ ലയിക്കുന്നു. പരമാത്മാവിൽ ലയിക്കാൻ ആഗ്രഹിക്കാത്ത ജീവങ്ങൾ പരമാത്മാവിനോട് വളരെ അടുത്ത സാമീപ്യത്തിൽ ആനന്ദമയ സ്ഥിതിയിൽ കഴിയുന്നു. അങ്ങനെയുള്ളവയെയും പരമാത്മാവ് ദൈവകാര്യ നിർവഹണത്തിനായി ജനിക്കുവാൻ നിയോഗിക്കാറുണ്ട്. ജീവിതാന്ത്യത്തിൽ അവ വീണ്ടും പരമാത്മാവിൻ്റെ സാമീപ്യത്തിൽ ദിവ്യാനന്ദം അനുഭവിക്കുന്നു. പരമാത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാക്കൾ തങ്ങളുടെ ദൈവകാര്യ ജന്മത്തിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു.
ദ്വൈതസ്ഥിതി, വിശിഷ്ടാദ്വൈതസ്ഥിതി, അദ്വൈതസ്ഥിതി എന്നിവ ജീവങ്ങളുടെ ആഗ്രഹത്തെ അനുസരിച്ച് നൽകപ്പെടുന്നു. അതുകൊണ്ട് അദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ദ്വൈതമോ ഏതാണ് മഹത്തരമെന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതല്ല. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നിമിഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നു. കൽപ്പാന്തത്തിൽ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ പരമാത്മാവിൻ്റെ അവ്യക്താനന്ദമയ സ്ഥിതിയിൽ വർത്തിക്കുന്നു. അവർ വീണ്ടും മഹാസങ്കല്പമനുസരിച്ച് പുതുതായി സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തിൽ അവർക്കായി നീക്കിവെക്കപ്പെട്ട സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നിർവഹിക്കുന്നു. 9 വ്യത്യസ്ത വ്യാകരണങ്ങളിൽ പണ്ഡിതനായ ഹനുമാൻ അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മാവാകും. ജീവങ്ങൾക്ക് അവരവരുടെ സംസ്കാരവും യോഗ്യതാവിശേഷവും ആധാരമാക്കി വിശ്വപരിപാലന കാര്യക്രമത്തിലെ ബാധ്യതകൾ നൽകപ്പെടുന്നു. സൃഷ്ടിയിൽ ബ്രഹ്മാണ്ടങ്ങൾ അനേക കോടികളാണ്. അവയുടെ പരിപാലന നിർവഹണത്തിന് വിനിയോഗിക്കപ്പെട്ട ദേവതാശക്തികളും അനന്തമാണ്. ആ ദേവതാശക്തികൾക്ക് പ്രതിബദ്ധമായുള്ള രാക്ഷസ ശക്തികളും അനന്തമായുണ്ട്. മുഹമ്മദീയർ സഗുണവും നിരാകാരനുമായ ദൈവത്തെ അള്ളാ എന്ന് വിളിക്കുന്നു. ക്രൈസ്തവർ സഗുണനും നിരാകാരനുമായ ദൈവത്തെ യഹോവ എന്ന് വിളിക്കുന്നു. സൃഷ്ടിയിൽ യേശുവായി പ്രതിബിംബിച്ച ആന്തരചേതനയെ അവർ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ആശ്വാസത്തെയും ആദരവിനെയും സ്നേഹത്തെയും കാരുണ്യത്തെയും വളർത്തുന്ന ആ ദിവ്യ ചൈതന്യത്തെ അവർ പവിത്രാത്മാവെന്നും വ്യവഹരിക്കുന്നു. സമസ്ത ധർമ്മങ്ങളിലും മതങ്ങളിലും സിദ്ധാന്തങ്ങളിലും സ്വപ്രകാശത്തോടെ ശോഭിക്കുന്ന ഞാനാണ്. വിവിധ ജീവികളെ അവയുടെ താൽപ്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അവ പിന്തുടരുന്ന മാർഗങ്ങൾക്കും അവയുടെ നിലകൾക്കും അനുസരിച്ച് പല തത്വദർശനങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായതുകൊണ്ട് സാധ്യാസാധ്യങ്ങൾക്ക് വിധേയനല്ലാത്തതുകൊണ്ടും എനിക്ക് നിർദ്ദിഷ്ടമായ ഒരു വിധാനമില്ല. ഞാൻ സമസ്ത ദേവീദേവതാ സ്വരൂപങ്ങളിലും അന്തർയാമിയായി ജാജ്വല്യമാനമായി പ്രകാശിക്കുന്നതിനാൽ അവരിൽ കൂടി എല്ലാ പൂജകളും സ്തോത്രങ്ങളും സ്വീകരിക്കുന്നത് ഞാനാണ്. എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നതും ഞാനാണ്. കലിപുരുഷനെന്ന മായ ഇല്ലാതാകുമ്പോൾ എല്ലാ മതങ്ങളുടെയും സാരമായ സനാതനധർമ്മത്തിൻ്റെ സ്വരൂപമാണ് ഞാനെന്ന ജ്ഞാനമുദിക്കുന്നു. ബഹിർമുഖമായോ അന്തർമുഖമായോ ചെയ്യുന്ന സാധന കൊണ്ട് ഒരു സാധകന് എന്നിലേക്ക് എത്താം. രണ്ടിലേതായാലും ആ സാധകനെ ഞാൻ ഗൗനിക്കും, സ്നേഹത്തോടെ വിളിക്കും. വേദങ്ങളിലും സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യജ്ഞാന അനന്ത ബ്രഹ്മരൂപമാണ്. നാസ്തികനെ ദൈവം ഇല്ലെന്ന് ഉപദേശിക്കുന്നത് ഞാനാണ്. ആസ്തികനോട് ദൈവം ഉണ്ടെന്ന് പറയുന്നതും ഞാനാണ്. സമസ്ത ഗുരുസ്വരൂപങ്ങളും ഞാനാണ്. സത്യലോകം, സത്യനാമം, ഗോലോകം, മഹാശൂന്യം മുതലായ എല്ലാ സാധനാസ്ഥിതികളിലും സ്വയം പ്രകാശത്തോടെ ശോഭിക്കുന്നത് ഞാനാണ്. നിർമ്മലമായ ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നവരുടെ സർവഭാരങ്ങളും എന്നിൽ സമർപ്പിച്ച് ശരണാഗതി ചെയ്തവരുടെ യോഗക്ഷേമം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ശ്രീപാദനാണ്, ശ്രീവല്ലഭനാണ്. മുത്തച്ഛ, പ്രാചീന യുഗത്തിൽ അത്രി അനസൂയ ദമ്പതികളുടെ പുത്രനായി അവതരിച്ചത് ഈ ശ്രീപാദ ശ്രീവല്ലഭനാണ്. ഭരദ്വാജ ഋഷിയോട് ചെയ്ത വാഗ്ദാനമനുസരിച്ച് പീഠികാപുരത്ത് അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ശ്രീ പൈണ്ഠ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരയായി ഒഴുകി. അദ്ദേഹം ശ്രീപാദനെ ഗാഠമായി ആലിംഗനം ചെയ്തു. അദ്ദേഹം അനുഭവിച്ച തന്മയത്വം വർണ്ണനയ്ക്ക് അതീതമായിരുന്നു. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല. അല്പസമയം കഴിഞ്ഞ് ശ്രീ ശ്രേഷ്ഠി പറഞ്ഞു, എൻ്റെ കുട്ടി സ്വർണരത്നമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കൂ, ഞങ്ങളുടെ ഗോത്രത്തെ അനുഗ്രഹിക്കൂ, ഞങ്ങളുടെ ആര്യവൈശ്യജാതിയെ അനുഗ്രഹിക്കൂ. മറുപടിയായി ശ്രീപാദൻ പറഞ്ഞു, തഥാസ്തു, അങ്ങനെയാകട്ടെ. മുത്തച്ഛ, ബ്രാഹ്മണന് ഒരു വരം ആവശ്യപ്പെടുവാൻ അർഹതയുണ്ട്. ക്ഷത്രിയന് 2, വൈശ്യന് 3, ശൂദ്രന് 4 വരങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങ് ചോദിച്ച 3 വരങ്ങളും ഞാൻ നൽകുകയാണ്. 33 കോടി ദേവതകളെ സാക്ഷി നിർത്തി ഞാൻ ഈ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ പേരിൽ എൻ്റെ മാതാമഹനായ ബാപ്പനാരിയുടെ ഗൃഹത്തിൽ കൃത്യമായി എൻ്റെ ജന്മസ്ഥാനത്ത് ശ്രീപാദ ശ്രീവല്ലഭ മഹാസംസ്ഥാനം സ്ഥാപിക്കപ്പെടും. അങ്ങയിൽ നിന്നും ശ്രീ ബാപ്പനാരിയിൽ നിന്നും ശ്രീ നരസിംഹവർമ്മയിൽ നിന്നും 33ാമത് തലമുറയുടെ കാലത്ത് ഞാൻ എൻ്റെ സംസ്ഥാനം സ്ഥാപിക്കും. അങ്ങയുടെ കുടുംബത്തിലെ 33ാം തലമുറയിലെ ഒരു വ്യക്തി അതിന് നിമിത്തമായിരിക്കും. അങ്ങയുടെ വംശത്തിൻ്റെ മൂലപുരുഷനായ മാർക്കണ്ഡേയ മഹർഷിയോട്
എല്ലാ വ്യാഴാഴ്ചകളിലും അവിടെ എനിക്ക് അർപ്പിക്കപ്പെടുന്ന നൈവേദ്യങ്ങളിൽ ഒരു ഭാഗം സ്വീകരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കാം. അതുകൊണ്ട് മാർക്കണ്ഡേയ ഗോത്രത്തിൽ ജനിച്ചവർക്ക് മേൽഗതി ഉണ്ടാകും. അങ്ങ് ആഗ്രഹിച്ചതുപോലെ എൻ്റെ അനുഗ്രഹം ആര്യവൈശ്യന്മാരിൽ ഉണ്ടാകും. ആര്യവൈശ്യന്മാർക്ക് ഭരണാധികാരം ഉണ്ടാകുവാനായി ഞാൻ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു ആര്യവൈശ്യൻ ഭാരതദേശത്തിൻ്റെ ഭരണാധികാരിയായി തീരും. ഒരു പ്രത്യേക നാഡീജ്യോത്സ്യ പ്രവചനമനുസരിച്ച് അയാൾ പീഠികാപുരം സന്ദർശിക്കും. അയാൾക്ക് എൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകും. അതിനുശേഷം നേപ്പാള ദേശത്തു നിന്ന് അസംഖ്യം ഭക്തജനങ്ങൾ എൻ്റെ ദർശനത്തിനായി പീഠികാപുരത്തേക്ക് വരും. എൻ്റെ ശാസനം ശിലാശാസനമാണ്. സൃഷ്ടിയിൽ ഒരു ജീവിക്കും അത് ലംഘിക്കുക സാധ്യമല്ല. മുത്തച്ഛ, എൻ്റെ വിജയമണിയിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അത് എൻ്റെ ബിംബം പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലത്ത് ഭൂമിയിൽ സൂക്ഷിക്കപ്പെടും. വിജയമണിയുടെ ആവശ്യത്തിന് അവിടെ കുഴിക്കുമ്പോൾ ചില മൺപാത്രങ്ങൾ കണ്ടുകിട്ടും. പീഠികാപുരത്ത് നിർമ്മിക്കാൻ പോകുന്ന മഹാസംസ്ഥാനത്തിന് ദ്രവ്യസഹായം ചെയ്യുന്നതിന് വളരെയധികം സുഹൃതമുണ്ടായിരിക്കണം. ഏതെങ്കിലും ജന്മത്തിൽ ആര്യവൈശ്യജാതിയിൽ ജനിക്കുന്ന പീഠികാപുരവുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ധനസഹായം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അവിശ്വാസികളും വിഡ്ഢികളും പണ്ഡിതമന്യന്മാരും അഹങ്കാരികളും എല്ലാ കാര്യത്തിനും അധികാരവും പ്രമാണവും ആവശ്യപ്പെടും. എൻ്റെ ചരിത്രപാരായണം കൊണ്ട് അഭീഷ്ടസിദ്ധി ഉണ്ടാകും. എല്ലാ തടസ്സങ്ങളും നീങ്ങും. പീഠികാപുരത്തെ എൻ്റെ സംസ്ഥാന സംബന്ധമായ ഏതെങ്കിലും സൽക്കാര്യങ്ങളിൽ പങ്കെടുത്താൽ പ്രതിബന്ധങ്ങൾ ഒഴിഞ്ഞുപോകും. പീഠികാപുരത്ത് എൻ്റെ ജന്മനക്ഷത്രമായ ചിത്ര നക്ഷത്രത്തിൽ ശ്രദ്ധയോടുകൂടി എന്നെ ആരാധിച്ചാൽ കടബാധ്യതകൾ തീരും. കന്യകകൾക്ക് യോഗ്യരായ ഭർത്താക്കന്മാരുമായി വിവാഹം നടക്കും. ഭൂതപ്രേത പിശാചാദി അദൃശ്യശക്തികളുടെ ബാധ തീരും. ശ്രാവണ ശുദ്ധ പൗർണമി ശ്രീ വാസവി കന്യക എനിക്ക് രക്ഷാബന്ധനം കെട്ടിയ പുണ്യദിവസമാണ്. അന്ന് പീഠികാപുരത്ത് എൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കുന്നവർക്ക് ചിത്രഗുപ്തൻ മഹാപുണ്യം എഴുതി ചേർക്കും. ഞാൻ എൻ്റെ തന്നെ അധികാരിയാണ്. എൻ്റെ ചരിത്രം അതിനു തന്നെ പ്രമാണമാണ്. എൻ്റെ ലീലകൾ അവയുടെ തന്നെ പ്രമാണങ്ങളാണ്. സൂര്യന് സൂര്യനാകാൻ വേറെ പ്രമാണം ആവശ്യമുണ്ടോ? ശ്രീപാദൻ്റെ ലീലകൾ അനിതര സാധ്യങ്ങളാണ്. അടുത്ത ദിവസം ഞാനും വല്ലഭേശ്വര ശർമ്മ ദമ്പതികളും സുബണ്ണ ശാസ്ത്രിയും ലിംഗണ്ണ ശാസ്ത്രിയും ശ്രീപാദ ദർശനത്തിനായി കുരുംഗഡ്ഡയിലേക്ക് പോയി. ശ്രീപാദൻ ഞങ്ങളെ ആശീർവദിച്ചു. അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ഓ എന്തെല്ലാം ചർച്ചകൾ! ശ്രീപാദ ശ്രീവല്ലഭ മഹാസംസ്ഥാനം ഉണ്ടാകുവാൻ ഇനിയും വളരെ കാലം കഴിയണം. മല്ലാതി കുടുംബത്തിനും പൈണ്ഠ കുടുംബത്തിനും വാസവായി കുടുംബത്തിനുമുള്ള കടം എന്നാണ് മുഴുവൻ തീരുക? ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം മൗനം പാലിച്ചു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.